പത്രങ്ങളിലെ വിഷലിപ്തമായ തലക്കെട്ടുകൾ എങ്ങനെ വായനക്കാരൻ്റെ മനസ്സിനെ മലീമസമാക്കുമെന്നും അതിലൂടെ പത്രമുതലാളിയുടെയും അതല്ലെങ്കിൽ പത്രത്തിനെ നയിക്കുന്ന മറ്റ് ശക്തികളുടെയും സ്വാധീനം സമൂഹത്തിലും ഗവൺമെൻറ്റിലും എങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളതിനെക്കുറിച്ചും എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ വിഷയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറാണ്. ഇന്നും കൃത്യമായി വ്യാപാര കരാറിൻ്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ച് നമുക്കാർക്കും യാതൊരു രൂപവുമില്ല. പക്ഷേ അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച ദിവസം മുതൽ ഇന്ന് വരെ നമ്മുടെ രണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും നടത്തുന്ന വിഷലിപ്തമായ പ്രചരണങ്ങൾ വായനക്കാരുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് 3, 4, 5, 8, 12 ഈ തീയതികളിലെ പത്രങ്ങളുടെ തലക്കെട്ട് മാത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഇവർ ചെയ്യുന്ന വിഷലിപ്തമായ പ്രചരണത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ആമുഖമായിട്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണ പൊതുസമൂഹം കരുതുന്നത് പോലെ അത്ര നിസ്സാരമല്ല അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ഒരു മെത്തേഡ് ഓഫ് ഓപ്പറാൻഡി ഉണ്ട്. അത് കൃത്യമായി അവർ ഓരോ രാജ്യത്തെയും സാഹചര്യമനുസരിച്ച് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ജനത, അവരുടെ സംസ്കാരം, അവരുടെ പാരമ്പര്യം, അവരുടെ ഭാഷ, അവരുടെ മതം, ആചാരം ഇതെല്ലാം പരിഗണിച്ചാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഒരു രാജ്യത്തേക്ക് കടന്നു കയറി ആ രാജ്യത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നത്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് 3 തരത്തിലാണ് ഒരു രാജ്യത്തെ അവരുടെ നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആദ്യമായി അവർ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തന്നെ വിലക്കെടുക്കുക എന്നുള്ളതാണ്. ആ ഭരണാധികാരിയെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ അവർ ശ്രമിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം കൊടുക്കുക, അതല്ലെങ്കിൽ സ്ത്രീലമ്പടനായ ഭരണാധികാരിയാണെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ കൊടുക്കുക. ഏത് തരത്തിലായാലും ശരി ആ ഭരണാധികാരിയെ അവർ സ്വാധീനിച്ചിരിക്കും. ഭരണാധികാരിക്ക് ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ. 2, അവർ സ്വാധീനം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ മുഖ്യധാര മാധ്യമങ്ങളെ അവർ വിലക്കെടുക്കും. അതിന് ആവശ്യമുള്ള തുക പത്രമുതലാളിക്ക് കൊടുക്കും, പത്രാധിപർക്ക് കൊടുക്കും, പത്രപ്രവർത്തകർക്ക് കൊടുക്കും. അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നത് നിർഭയരായ പത്രപ്രവർത്തകർ, നിഷ്പക്ഷരായ പത്രപ്രവർത്തകർ എന്ന ലേബലിൽ വളരെ കൃത്യമായി അണിയിച്ചൊരുക്കി ഒരു സ്റ്റേജ് മാനേജ്ഡ് പ്രോഗ്രാമായിട്ടായിരിക്കും അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ അവതരിപ്പിക്കുന്നത്. അതാണ് അവരുടെ രണ്ടാമത്തെ മാർഗം. മൂന്നാമത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്ന ഒരു മാർഗം കത്തോലിക്ക സഭയെ അതല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകളെ ഉപയോഗിച്ചുള്ള മതപരിവർത്തന പ്രവർത്തനങ്ങളാണ്. ഒരു രാജ്യത്തെ നിലനിൽക്കുന്ന സംസ്കാരത്തെയും അതിൻ്റെ പാരമ്പര്യത്തെയും അട്ടിമറിച്ചുകൊണ്ട് ആദ്യം അവർ മതപരിവർത്തനം നടത്തും. പരിവർത്തനം നടത്തിയ ആളെ തീർച്ചയായിട്ടും അമേരിക്കൻ സംസ്കാരത്തിൻ്റെ അടിമകളാക്കും. അവരേറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ്. നാഗാലാൻഡിലൊക്കെ നടന്നത് അത്തരം ചില കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നാഗാലാൻഡിലെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചെന്ന് നാഗാലാൻഡും മണിപ്പൂരും അരുണാചൽ പ്രദേശും അടക്കം ഉള്ള ഒരു പ്രദേശത്ത് അവർക്ക് സ്വതന്ത്രമായ ഒരു ക്രൈസ്തവ രാജ്യം വേണം എന്നാവശ്യപ്പെട്ടിട്ട് അധിക കാലമൊന്നും ആയില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, വിഷയം അതല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ 3 മാർഗ്ഗങ്ങളാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിക്കാറുള്ളത്. അതിലേറ്റവും നല്ല ഉദാഹരണം ഇറാനിലെ പഹ്ലവി ഷായുടെ പതനമായിരുന്നു. ഇറാനിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭരിച്ചുകൊണ്ടിരുന്നൊരു രാജാവായിരുന്നു പഹ്ലവി ഷാ. അന്നത്തെ കാലഘട്ടത്തിൽ ഇറാൻ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യങ്ങളിലൊന്നായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ വ്യാജ പ്രചരണത്തിലൂടെയാണ് ഇറാനിലെ പഹ്ലവി ഷായുടെ ഗവൺമെൻറ്റിനെ അവർ താഴെയാക്കിയത്. 2, ഫിലിപ്പൈൻസിൽ ഫെർഡിനാൻഡ് മാർക്കോസ് എന്ന ഭരണാധികാരിയുടെ ഉദയവും പതനവും നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനവും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പത്നി ഇമൽഡ മാർക്കോസും ഒക്കെ അടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലെ ഫിലിപ്പൈൻസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ അമേരിക്ക എങ്ങനെ നിയന്ത്രിച്ചു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ഫെബ്രുവരി 3-ാം തീയതിയിലെ മലയാള മനോരമയുടെ തലക്കെട്ട് ഇന്ത്യ US വ്യാപാരം കരാറായെന്ന് ട്രംപ്. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്കുള്ള പകരം തീരുവ കുറച്ചു, ഇനി 18%.
തൊട്ടടുത്ത് തന്നെയുണ്ട് US തീരുവ ഇന്ത്യ പൂജ്യമാക്കും എന്ന് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ മോദിയുടെയും ട്രംപിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തലക്കെട്ട് കൊണ്ട് വായനക്കാരൻ മനസ്സിലാക്കുന്നത് അമേരിക്കയും ഇന്ത്യയുമായി ഉള്ള വ്യാപാര കരാറെല്ലാം റെഡിയായി കഴിഞ്ഞു. 3-ാം തീയതിയാണ്. ഇന്നും അതിന് രൂപമായിട്ടില്ല. ഇന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിലെങ്ങാണ്ടാണ് അത് ഒപ്പിടുന്നത്. ഇനി അതിനകത്ത് ഉള്ളിലെ പേജിൽ 7-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് ഇന്ത്യ US വ്യാപാര കരാർ ട്രംപ് തീരുമാനിച്ചു എല്ലാം എന്ന് പറഞ്ഞാൽ മോദിക്ക് അതിനകത്ത് റോളുമില്ല. ട്രംപ് തീരുമാനിച്ചു എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ട്രംപ് തീരുമാനിച്ചു. മൗനമായി നിൽക്കുന്ന ഒരു ചുമതല മാത്രമേ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ട്രംപ് പറഞ്ഞു, നരേന്ദ്രമോദി അനുസരിച്ചു. അത്ര ദുർബലനാണ് നരേന്ദ്രമോദി എന്ന തരത്തിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ജോമി തോമസ് എന്ന മഹാനായ പത്രപ്രവർത്തകനാണ്. ജോമി തോമസിൻ്റെ കുറേ ലേഖനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ജോമി തോമസ് അച്ചായനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ജോമി തോമസിൻ്റെ കണ്ടുപിടുത്തമാണ് ട്രംപാണ് എല്ലാം തീരുമാനിച്ചത്. അവിടെ എസ് എന്ന് പറയുന്ന ഒരു ചുമതല മാത്രമേ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ജോമി തോമസ് പറയുന്നത്. അത് 3-ാം തീയതിയിലെ പത്രം. ഇനി നമ്മൾ പോകുന്നത് 4-ാം തീയതിയിലെ മലയാള മനോരമയാണ്. 4-ാം തീയതിയിലെ പത്രത്തിൻ്റെ തലക്കെട്ട് അറിയില്ല സാർ എന്നാണ്. അപ്പോൾ അറിയില്ല സാർ എന്ന് 4-ാം തീയതി എഴുതിയ പത്രം 3-ാം തീയതി എല്ലാം അറിയാവുന്ന മട്ടിലാണ് ജോമി തോമസ് എഴുതിയിരിക്കുന്നത്. ട്രംപ് തീരുമാനിച്ചു, മോദി നടപ്പിലാക്കി എന്നുള്ള മട്ടിൽ. അപ്പോൾ 4-ാം തീയതിയിൽ തലക്കെട്ട് അറിയില്ല സാർ എന്നാണ്. 4-ാം തീയതി അവർക്ക് അവരുടെ ഒരു എഡിറ്റോറിയലുണ്ട്. ആ എഡിറ്റോറിയൽ കൃത്യമായി രാജ്യത്തിൻ്റെ താല്പര്യത്തെപ്പറ്റി ആശങ്കകൾ സ്വാഭാവികം എന്നാണ് പറയുന്നത്. കാരണം മറ നീക്കാതുള്ളൊരു വ്യാപാര കരാറാണ് നിലനിൽക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇത് ഏതോ നിക്ഷിപ്ത താല്പര്യത്തിനായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അമേരിക്കയുമായി രഹസ്യമായി എന്തോ ധാരണയിലെത്തി എന്നാണ് ഇത് ധനിപ്പിക്കുന്നത്, ഈ എഡിറ്റോറിയൽ ധനിപ്പിക്കുന്നത്. 4-ാം തീയതി മറ്റൊരു ഹെഡിങ് ഉണ്ട്, കര കാണാ കരാർ, തീരുവ ഇളവ് എന്തിനൊക്കെ, വ്യക്തത വരാതെ കരാർ എന്നാണ് പറയുന്നത്. അപ്പോൾ കരാറിൽ വ്യക്തതയില്ലാത്ത കരാറിനെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ 4-ാം തീയതി വേറെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ കയ്യിലെ വജ്രായുധം. അതും ജോമി തോമസ് അച്ചായൻ എഴുതിയിരിക്കുന്നത്. ജോമി തോമസ് അച്ചായനെ എല്ലാം ഒരു ഇൻറ്റ്യൂഷൻ പോലെ ഈ പുറത്തു വരാത്തൊരു കരാറിനെ കുറിച്ചെല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിക്കെതിരാണ്. നരേന്ദ്രമോദി ട്രംപിൻ്റെ മുന്നിൽ വളരെ ചെറുതായി, ട്രംപിൻ്റെ മുന്നിൽ ഒന്നുമല്ലാതായി നരേന്ദ്രമോദി നിൽക്കുന്നു. ഇതാണ് ഈ ജോമി തോമസിന് വരുത്താനുള്ളത്. അപ്പോൾ ജോമി തോമസിൻ്റെ ലേഖനമുണ്ട്. അതിനൊപ്പം ഒരു കാർട്ടൂണും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ കാർട്ടൂണിൽ മോദി ഒരു കാളയെ വെച്ച് നിലം ഉഴുമ്പോൾ ട്രംപ് ട്രാക്ടർ വെച്ച് ഉഴുതു മുന്നോട്ട് പോകുന്ന വെച്ചാൽ കാർഷിക മേഖല അമേരിക്ക കൈയടക്കി എന്ന മെസ്സേജാണ് ഈ കാർട്ടൂണിലൂടെ കൊടുക്കുന്നത്. മനോരമയുടെ അധമമായ പത്രപ്രവർത്തന പാരമ്പര്യം അവരുടേതാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അതിന് പറ്റിയൊരു ജോമി തോമസിനെ എന്തായാലും മാവൻ മാത്യുവിന് കിട്ടിയിട്ടുണ്ട്. അടുത്ത അതേ പേജിൽ തന്നെ 4-ാം തീയതിയിലെ പത്രത്തിൻ്റെ വ്യാപാര കരാർ ആഘോഷിച്ച് US എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ദുഃഖിക്കാനേ ഉള്ളൂ, വ്യാപാര കരാർ മുഴുവൻ നേട്ടം ഉണ്ടാക്കിയത് അമേരിക്കയാണെന്നാണ്. 4-ാം തീയതി വേറെയും ലേഖനമുണ്ട്. 1-2 അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 4-ാം തീയതിയിലെ ലേഖനം കൊടുത്തിരിക്കുന്നത് പ്രത്യാശയ്ക്ക് മീതെ ആശങ്കയുടെ നിഴൽ. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഈ ബിശ്വജിത്ത് ധർ ആരാണെന്ന് നമ്മൾ നോക്കണം. അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. എത്രയോ കാലമായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി രാജ്യവിരുദ്ധരുടെ താവളമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അവിടെ വന്നിട്ട് 10, 50, 40 വയസ്സുള്ളവനൊക്കെ പഠിക്കാനാകുമ്പോൾ അവിടെ കൂടിയിരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട സ്ഥലമാണ് ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അവിടുത്തെ റിട്ടയർ ചെയ്ത ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ സ്വാഭാവികമായി വരുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ ലേഖനം പ്രിയപ്പെട്ട വായനക്കാരൊന്ന് വായിച്ചാൽ മനസ്സിലാകും. വളരെ തരംതാണ ഒരു ലേഖനം. ഒരു കാര്യത്തിനെക്കുറിച്ചും ഒന്നും സ്റ്റഡി ചെയ്യാതെ ഒരു പ്രൊഫസർ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിനുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹതാപം തോന്നിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആയുധമായിട്ട് ഒരു അധ്യാപകന് നിൽക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയും കടന്നിരിക്കുന്നു. അതാണ് 4-ാം തീയതി. ഇതേ 4-ാം തീയതിയിൽ
ഈ മനോരമയെ തന്നെ പോലെ തന്നെ മാതൃഭൂമി എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നതും കൗതുകകരമാണ്. 4-ാം തീയതിയിലെ മാതൃഭൂമിയുടെ തലക്കെട്ട് ട്രംപ് പറഞ്ഞു ഇന്ത്യ അറിഞ്ഞു. ഇതാണ് ട്രംപ് പറഞ്ഞു ഇന്ത്യ അറിഞ്ഞു. ഇതാണ് ഇന്ത്യയുമായി വ്യാപാര കരാറായി. 4-ാം തീയതി മാതൃഭൂമി പറയുന്നത് വ്യാപാര കരാറായി. 20 മണിക്കൂർ മൗനം, പിന്നെ കേന്ദ്രത്തിൻ്റെ സ്ഥിരീകരണം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വന്തം വിധേയൻ എന്ന് പറഞ്ഞിട്ട് പീയൂഷ് ഗോയലിൻ്റെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ അറിയേണ്ട, പാർലമെൻറ്റ് കാണണ്ട, ആരെയും കേൾക്കണ്ട. അപ്പോൾ ആരെയും കേൾക്കാതെ, ജനങ്ങളെ അറിയിക്കാതെ, ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട്, ജനതാൽപ്പര്യങ്ങൾ തകർത്തുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കരാർ ഉണ്ടാക്കി എന്ന് തന്നെയാണ് മാതൃഭൂമി 4-ാം തീയതിയിലെ പത്രത്തിൽ പറയുന്നത്. ഒപ്പം അവരുടെ എഡിറ്റോറിയലുണ്ട്, 4-ാം തീയതിയിലെ പത്രത്തിൽ എഡിറ്റോറിയലുണ്ട്. അതിനകത്തും കൃത്യമായിട്ട് ഈ രീതി ഇന്ത്യക്ക് അപമാനകരം. ഏത് രീതിയാണ് ഇന്ത്യക്ക് അപമാനകരം? ശ്രേയാംസ് കുമാർ അതൊന്ന് പറയണം. ഏത് രീതിയാണ് അപമാനകരം? അപമാനകരമായ കാര്യം നിങ്ങൾ നടന്ന പത്രപ്രവർത്തനമാണ്. അത് പത്രലോകത്തിന് തന്നെ അപമാനകരമാണ്. കെ.പി. കേശവമേനോൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്നവരെ ആലോചിക്കണം, ഇതൊക്കെ കണ്ട ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എന്ന്. അപമാനം അതാണ്. കെ.പി. കേശവമേനോൻ ഇരിക്കുന്ന കസേരകളിൽ ലില്ലിപ്പുട്ടുകൾ ഇരിക്കുന്നതാണ് പത്രലോകത്തിനും വായനക്കാർക്കും അപമാനകരമായിട്ടുള്ളത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് വന്ന മാതൃഭൂമി 4-ാം തീയതിയിൽ മാതൃഭൂമിയിൽ ലേഖനം കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖല വീണ്ടും ആശങ്കയിൽ. അതാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു TC മാത്യുവിനെ കൊണ്ടാണ് എഴുതിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി നമുക്ക് അറിവില്ലാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കരാറിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മറക്കരുത്. ഇനി 5-ാം തീയതിയിലെ മാതൃഭൂമിയുടെ തലക്കെട്ട് ചോദ്യം ഉത്തരം. ചോദ്യം പാർലമെൻറ്റിൽ, ഉത്തരം വൈറ്റ് ഹൗസിൽ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഗവൺമെൻറ്റിന് മറുപടി പറയില്ല, അത് വൈറ്റ് ഹൗസാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ പൂർണ്ണമായി കീഴടങ്ങി എന്നാണ് ഈ തലക്കെട്ടിൻ്റെ അർത്ഥം. മലയാള മനോരമയുടെ 8-ാം തീയതിയിലേക്ക് പോകാം. ദീർഘമായിട്ട് എല്ലാ പത്രത്തിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. US വ്യാപാര കരാർ ചട്ടക്കൂടായി, രേഖയായി രൂപമില്ല. ഇതുവരെ ചട്ടക്കൂടാകാത്ത ഒരു വ്യാപാര കരാറിനെ കുറിച്ചാണോ മനോരമയും മാതൃഭൂമി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്? 3-ാം തീയതി തുടങ്ങിയ യുദ്ധമാണ്. 8-ാം തീയതി പറയുന്നു വ്യാപാര കരാറിൻ്റെ ചട്ടക്കൂടായെന്ന്. നാണമില്ലയോ മാവൻ മാത്യു ഇത്തരം തലക്കെട്ടുകൾ എഴുതി ജനങ്ങളെ കബളിപ്പിക്കാൻ? കഷ്ടമാണിത്, പരമ കഷ്ടം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പമ്പര വിഡ്ഢികളല്ല ഈ പത്രം വായിക്കുന്നത്. അത്യാവശ്യം തലയ്ക്ക് വെളിവുള്ള ആളുകൾ ഈ പത്രം വായിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ എണ്ണയിൽ വഴുതുമോ നയതന്ത്രം, അത് നമ്മുടെ ജോമി തോമസ് അച്ചായൻ എഴുതിയിരിക്കുന്നത്. അച്ചായൻ ഡൽഹി താമസിച്ച് നരേന്ദ്രമോദിയെ അവിടെ നിന്ന് പറഞ്ഞ് ഗുജറാത്തിൽ വിട്ടിട്ടേ അച്ചായൻ പോകുന്ന അച്ചായൻ്റെ തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന് പ്രത്യേകമായി നമ്മുടെ മാവച്ചായനെ പറഞ്ഞ് അയച്ചിരിക്കുന്ന ഒരാളാണ്. ജോമി തോമസ് അച്ചായൻ ചെയ്യാൻ നോക്കുന്നൊക്കെ ചെയ്യട്ടെ, അവിടെ നിന്ന് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതട്ടെ. ഇനിയും മറ്റൊരെണ്ണമുണ്ട്, ആരോഗ്യം മറന്നുള്ള അമേരിക്കൻ ഉടമ്പടി. ചട്ടക്കൂടായിട്ടില്ലാത്തതിനെക്കുറിച്ചാണ് ഇപ്പോഴാ ചട്ടക്കൂടായത്. അതൊരു KM ഗോപകുമാറാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം വായനക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീട് കാർഷിക മേഖലയിൽ ആശങ്കയുടെ വിത്തുകൾ, അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് അഭിജിത് ദാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും സംയുക്ത പ്രസ്താവനയിൽ ഉത്തരമില്ല, ഉത്തരമാകുന്നതേ ഉള്ളൂ. പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉത്തരമാകുന്നതേ ഉള്ളൂ. ഇതാണ് 8-ാം തീയതിയിലെ പത്രത്തിലെ മനോരമ പത്രത്തിൻ്റെ കളികളെങ്കിൽ. ഇനി 8-ാം തീയതിയിലെ മാതൃഭൂമി പത്രം നോക്കണം. ഇന്ത്യ US വ്യാപാര കരാർ ചട്ടക്കൂടായി. ഇപ്പോൾ 8-ാം തീയതി അത് ചട്ടക്കൂടായി എന്നുള്ള കാര്യം ശ്രേയാംസ് കുമാർ അറിഞ്ഞു. ഇനി പവർ പ്ലേ, അതാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രിക്കറ്റ് ബാറ്റുമായിട്ട് ഒരു ഭാഗത്ത് ട്രംപ് നിൽക്കുന്നു, മറുഭാഗത്ത് നരേന്ദ്രമോദി നിൽക്കുന്നു. അതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. വീണ്ടും മാതൃഭൂമി ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പൂർണ്ണമായും നേട്ടങ്ങളുടേത് മാത്രമാണെന്ന് കരുതാനാകില്ല. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന് സുതാര്യതയില്ലാത്ത ഈ കരാർ ഭീഷണിയാണോ എന്ന ചോദ്യം പ്രതിപക്ഷവും ചില സാമ്പത്തിക വിദഗ്ധരും ഉയർത്തുന്നുണ്ട്. ആയിക്കോട്ടെ, ആശ്വാസമോ കീഴടങ്ങലോ, ഇതാണ് ഈ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട്. അപ്പോഴും കൃത്യതയില്ല ഈ വ്യാപാര കരാറിനെക്കുറിച്ച്. അതിനെക്കുറിച്ചാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിലുമുണ്ട് ലേഖനങ്ങൾ. അത് കൊടുത്തിരിക്കുന്നത് ആശങ്കയും എന്ന് ചോദിച്ചിട്ട് ലാഭമോ നഷ്ടമോ. നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ട്രംപുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് മനോജ് മേനോനാണ്. അതും ഗവൺമെൻറ്റിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് അതും ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും TC മാത്യുവിൻ്റെ ലേഖനമുണ്ട്. ഇറക്കുമതി വിലക്കിൽ അവ്യക്തത, അതിലും ക്ലാരിറ്റി ഇല്ല.
12-ാം തീയതിയിലെ മനോരമയുടെ ഫ്രണ്ട് പേജിലെ ഹെഡ്ലൈൻസ് ഇന്ത്യയെ നിങ്ങൾ വിറ്റു, ഇന്ത്യ US വ്യാപാര കരാർ കേന്ദ്രത്തെ കടന്നാക്രമിച്ച് രാഹുൽ. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രവുമുണ്ട്. അതേ ദിവസം തന്നെ മാതൃഭൂമിയുടെ മുൻ പേജിലെ വാർത്ത വിറ്റു ഭാരതാംബയെ. ഒരാൾ ഇന്ത്യയെ വിറ്റു എന്ന് പറയുന്നു, മറ്റൊരാൾ പറയുന്നു വിറ്റു ഭാരതാംബയെ. ഡയാമിസ് ഇരട്ടകളെ പോലെ എത്ര യോജിപ്പാണ് ഈ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇക്കാര്യത്തിലെങ്കിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ തലക്കെട്ടുകളിലൂടെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ ഈ വ്യാജ പ്രചരണം നടത്തുമ്പോൾ ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ച് യാതൊരു രൂപവും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പല തലങ്ങളിൽ ചർച്ച ചെയ്ത് അവസാനം സംയുക്ത പ്രസ്താവന വരുന്നിടം വരെ ഈ വ്യാപാര കരാറിനെക്കുറിച്ച് നമുക്കൊരു ധാരണയും കിട്ടില്ല. എന്തായാലും ശരി, 12-ാം തീയതിയിലെ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്. കാര്യം കഴിഞ്ഞപ്പോൾ US വലിച്ചെറിഞ്ഞു. അത് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഇന്ത്യയേക്കാൾ 1% കൂടുതലാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാൾ 1% കുറവാണ് ഇന്ത്യയുടെ വ്യാപാര ചുങ്കം എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖാജ അസിഫ് എന്ന് പറയുന്ന പാക് പ്രതിരോധ മന്ത്രി അമേരിക്കയെ അതിനിശിതമായിട്ട് വിമർശിച്ചിരിക്കുന്നത്. ഇനിയും മറ്റു ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടത്, ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. അമേരിക്കയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിനും യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയെപ്പോലെ ഇന്ന് വികസിത രാജ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഒരു വികസ്വര രാജ്യം. അപ്പോൾ നമ്മൾ ലോകത്തിലെ 2-മത്തെയോ 3-മത്തെയോ സാമ്പത്തിക ശക്തിയാകാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അതേസമയം പൂർണ്ണമായി അമേരിക്കയുടെ നിയന്ത്രണത്തിന് താൻ വിധേയനല്ല എന്ന് കൃത്യമായ മെസ്സേജ് നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈറ്റ് ഹൗസിലേക്കുള്ള ട്രംപിൻ്റെ ക്ഷണം നിരസിച്ച് അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് പോയത്. 4 പ്രാവശ്യവും ട്രംപ് ഫോൺ ചെയ്തിട്ട് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്. അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യയെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ട്രംപിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ട്രംപ് വിടുവായനാണ്, ഒരു പ്രാഞ്ചിയേട്ടനാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം അദ്ദേഹമാണ് നിർത്തിയത് എന്ന് പറഞ്ഞു, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. കള്ളവിരുദ്ധം നിരന്തരമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുന്നത്? വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാൻ ഒക്കൂ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കല്ലാതെ എന്താ ചെയ്യുന്നത്? മോദി താരതമ്യേന നിശബ്ദനാണ്, അതേസമയം വളരെ തന്ത്രശാലിയുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംയുക്ത പ്രസ്താവനയുടെ അഭാവം എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? അത് ഇന്ത്യയുടെ ഇച്ഛാശക്തിയാണ്. സംയുക്ത പ്രസ്താവന ഇന്ത്യ ഇറക്കിയിട്ടില്ല, ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. ഇത്തരം പ്രധാനപ്പെട്ട ഒരു കരാറായിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്ന് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തി ഈ വ്യാപാര കരാർ കൈമാറുന്ന ഒരു ചടങ്ങാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത്. ഈ വ്യാപാര കരാറിന് വലിയ പ്രാധാന്യം യഥാർത്ഥത്തിൽ ഇന്ത്യ കൊടുത്തിട്ടില്ല. അതിന് കാരണം അമേരിക്ക നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തന്നെയാണ് നമ്മുടെ GDPയിൽ ഉയർന്ന തോത് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. ഇതേ നിരോധനം, ഇതേ വ്യാപാര ചുങ്കം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കാനഡയുമായിട്ട് ധാരണയിലെത്തിയത്, UK ധാരണയിലെത്തിയത്, ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനം വാങ്ങിക്കാനായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചത്. ഒരുപാട് ലോകരാജ്യങ്ങളുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെടുന്നത് ഈ അമേരിക്കൻ നിരോധനം നിലനിൽക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ അമേരിക്കയുടെ നിരോധനം കൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ശ്രേയാംസ് കുമാറിനെ അല്ലെങ്കിൽ മാമച്ചായ നരേന്ദ്രമോദി ഈ കരാറിലേക്ക് അനുവാദം കൊടുത്തത്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ കരിവാരി എറിയാൻ ശ്രമിക്കുന്ന, നിങ്ങളെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന ഈ നരേന്ദ്രമോദി എന്ന ഈ മനുഷ്യൻ വളരെ തന്ത്രശാലിയും രാജ്യസ്നേഹിയുമായ ഒരാളാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. പിന്നെ സ്വാഭാവികമായും വ്യാപാര കരാർ ഒരിക്കലും ഏകപക്ഷീയമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല, അത് സ്വാഭാവികമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്നാണ് ഒരു വലിയ വ്യാപകമായ പ്രചരണം കൊടുത്തിരിക്കുന്നത്. റഷ്യൻ എണ്ണ നിർത്തുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം റഷ്യൻ എണ്ണയുടെ ക്വാളിറ്റി കുറവാണ് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ശരി, റഷ്യൻ എണ്ണയിൽ നിന്ന് എടുക്കാവുന്ന ബൈ പ്രോഡക്റ്റുകൾക്ക് പരിമിതിയുണ്ട്, അതിന് ക്വാളിറ്റി കുറവാണ് എന്ന് ഈ രംഗത്തുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വെനിസ്വേലയിലെ എണ്ണ വളരെ ക്വാളിറ്റിയുള്ള എണ്ണയാണ് എന്നും പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും റഷ്യ നമ്മളുമായിട്ടുള്ള ബന്ധം എണ്ണ വാങ്ങലിൽ മാത്രമല്ല, അതിനേക്കാൾ വലിയ ആഴത്തിലുള്ള ബന്ധമാണ്. റഷ്യ
യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒരറിയിപ്പും റഷ്യക്ക് കൊടുത്തിട്ടില്ല എന്നാണ് സെർഗയി ലാവ്റോവ് എന്ന് പറയുന്ന റഷ്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രധാനമന്ത്രി നിശ്ചയദാർഢ്യമുള്ളവനാണ്, രാജ്യസ്നേഹമുള്ളവനാണ്. ഭാരതത്തെ ചെറുതാക്കുന്ന ഒന്നും അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹം ഒരു കരാറിൽ ഒപ്പുവെച്ചാൽ 100% ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ഭാരത പൗരനാണ് ഞാൻ ഈ 2 പത്രവും ദിവസം വായിക്കാറുണ്ട്. മനോരമയും മാതൃഭൂമിയും അടക്കം പല പത്രങ്ങളെ ഞാൻ വായിക്കാറുണ്ട്. അതുകൊണ്ട് മാതൃഭൂമി പത്രാധിപരോടും മനോരമ പത്രാധിപരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തലക്കെട്ടിലൂടെ നിങ്ങൾ വിഷം വമിപ്പിച്ച് വായനക്കാരൻ്റെ മനസ്സ് മലിനമാക്കുന്നത് നിങ്ങൾ പത്രലോകത്തോടെ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങളുടെ അധപതനത്തിന് തുടക്കം ആയത് കാരണം, നിങ്ങളുടെ അധപതനത്തിന് കാരണമാകുന്നതും നിങ്ങളുടെ ഈ വൃത്തികെട്ട പത്രപ്രവർത്തനമാണ്. ഇത് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വളരെ വേഗം സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആളുകൾ അപഹാസ്യമായി കാണുന്ന 2 പത്രങ്ങളായി മനോരമയും മാതൃഭൂമിയും മാറി എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.